നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൂടോത്ര വിവാദത്തിൽ മനസ്സ് തുറക്കാതെ ഉണ്ണിത്താൻ. ഹൈമാസ്-ലൈറ്റിലെ അഴിമതി ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഉണ്ണിത്താൻ. കാസർഗോഡ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലീഡർ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. NGO സംഘ് സംസ്ഥാന സമ്മേളനം ഈ മാസം 11 മുതൽ 13 വരെ കാസർഗോഡ് നടക്കും. സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് 3 പതിറ്റാണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിലെ സ്ഥിരാധ്യാപകരുടെ ക്ഷാമം തുടരുന്നതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും സമരരംഗത്തേക്ക്. ചൊവ്വാഴ്ച ഏകദിന ഉപവാസം സംഘടിപ്പിക്കും. കാസർഗോഡ് പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം. കോളേജിൽ 5 പ്രോഗ്രാമുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. വാർത്തകൾ വിശദമായി. കൂടോത്ര വിവാദത്തിൽ മനസ്സ് തുറക്കാതെ ഉണ്ണിത്താൻ. ഹൈമാസ്-ലൈറ്റിലെ അഴിമതി ആരോപണം തെളിയിക്കുവാൻ MV ബാലകൃഷ്ണൻ മാസ്റ്ററെ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചു. തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഉണ്ണിത്താൻ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടോത്ര വിവാദത്തിൽ ഒന്നും പറയാതെ ഉണ്ണിത്താൻ. KPCC പ്രസിഡന്റ് K സുധാകരന്റെ വീട്ടിലും തിരുവനന്തപുരത്തെ ഓഫീസിലും കൂടോത്രം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. ദൃശ്യങ്ങളിൽ ഉണ്ണിത്താന്റെ ശബ്ദമായിരുന്നു ഉയർന്നു കേട്ടത്. വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ ചിലർ കൂടോത്രം നടത്തിയതായും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നുമായിരുന്നു അന്ന് ഉണ്ണിത്താന്റെ പ്രതികരണം. ഇതിനിടയിലാണ് KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കൂടോത്ര വിവാദം ഉയർന്നു കേട്ടത്. എന്നാൽ ഈ വിഷയത്തിൽ K സുധാകരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഉണ്ണിത്താനോട് ചോദിക്കൂ എന്നായിരുന്നു മറുപടി. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉണ്ണിത്താന്റെ പ്രതികരണം ഇങ്ങനെ: ഹൈമാസ്-ലൈറ്റിൽ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവിന്റെ ആരോപണത്തെ തള്ളിക്കളയുന്നതായും ഉണ്ണിത്താൻ പറഞ്ഞു. ഹൈമാസ്-ലൈറ്റിൽ MPക്ക് സാമ്പത്തിക വിനിയോഗവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വിവരമുള്ളവർക്ക് അറിയാം. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. അഴിമതി ആരോപണം തെളിയിക്കാൻ MV ബാലകൃഷ്ണൻ മാസ്റ്ററെ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചു. എനിക്കെതിരെ ഒരു വ്യക്തി 2,20,00,000 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വല്പം വിവരമുള്ള ആളാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 1,00,000 വോട്ടിന് പുള്ളി തോക്കാൻ കാരണം എന്താണെന്ന്. പഠിപ്പുണ്ടായിട്ട് മാത്രം പോരല്ലോ, വിവരം വേണമല്ലോ, സാമാന്യ ബോധം വേണമല്ലോ. ഞാൻ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളിൻ്റെ ആരോപണങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുന്നു. അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ DYFഐ ഞാൻ വെല്ലുവിളിക്കുന്നു. എനിക്കെതിരെ ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ മാസ്റ്ററെ ഞാൻ വെല്ലുവിളിക്കുന്നു. നമ്മുടെ BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന ഗൗരവത്തിലെടുക്കുന്നു. DYFഐയുടെ ആവശ്യവും ഞാൻ ഗൗരവത്തിലെടുക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച 17 കോടി രൂപയും എൻ്റെ മുൻഗാമിയായ P കരുണാകരൻ ചെലവഴിക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടി രൂപ കണ്ടുപിടിച്ച് അതും കൂടി നേടിയെടുത്ത് 19.5 കോടി രൂപ ഞാൻ എൻ്റെ MP ഫണ്ടിലൂടെ കാസർഗോഡ് ചെലവഴിച്ചിട്ടുണ്ട്. ഈ 19.5 കോടി രൂപയിൽ 10 രൂപയുടെ ഒരു ചായ രാജ്മോഹൻ ഉണ്ണിത്താൻ വാങ്ങിച്ചു കുടിച്ചു എന്ന് തെളിയിച്ചാൽ അന്ന് എൻ്റെ MP സ്ഥാനം ഞാൻ രാജിവെക്കാം, പൊതുപ്രവർത്തനം നിർത്താം. ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ബാലകൃഷ്ണൻ മാസ്റ്റർ പൊതുപ്രവർത്തനം നിർത്താവോ? DYFഐയുടെ കാസർഗോഡ് കമ്മിറ്റി പിരിച്ചുവിടാവോ? ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച BJP സ്ഥാനാർത്ഥി ആരോപണം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാവോ? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അബദ്ധജടിലമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഇടതുപക്ഷം ഉയർത്തിയത്. തളങ്കരയിലെ വീഡിയോ വിവാദത്തിലൂടെ ഇടതുപക്ഷം നടത്തിയത് BJPക്കാർ പോലും ചെയ്യാത്ത നിന്ദ്യമായ പ്രവൃത്തിയായിരുന്നു. പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചത് വഴി CPMന്റെ അടിത്തറ ഇളകിയെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ BJP നേട്ടമുണ്ടാക്കിയെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, അഡ്വക്കേറ്റ് ജമാൽ എന്നിവരും ഉണ്ണിത്താനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ മംഗളൂരു വരെ നീട്ടണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ട്രെയിൻ കാസർഗോഡ് വരെ നീട്ടുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ മംഗളൂരു വരെ നീട്ടിയാലാണ് യാത്രക്കാർക്ക് കൂടുതൽ ഗുണം ലഭിക്കുകയെന്നും ഉണ്ണിത്താൻ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂരിൽ നിന്നൊരു ഷട്ടിൽ ട്രെയിൻ ഷൊർണൂരേക്ക് പോയി അത് മടങ്ങി കണ്ണൂരേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് ഷട്ടിൽ ട്രെയിൻ ആരംഭിച്ചൊരു പാസഞ്ചർ ട്രെയിൻ തിരിച്ച് ഷൊർണൂരേക്ക് പോകുന്നുണ്ട്. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അശ്വിനി വൈഷ്ണവിനെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം ആ തീവണ്ടി ആദ്യം കാസർഗോഡ് വരെ നീട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നീട് അത് പരിശോധനയ്ക്ക് ശേഷം മംഗലാപുരത്തേക്ക് നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഇപ്പോൾ രാത്രി ഒരു ട്രെയിൻ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനമുണ്ട്. കാര്യം നമ്മൾ ഫ്യുവലിങ്ങും അതുപോലെ തന്നെ വാട്ടറിങ്ങിനും എല്ലാം സംവിധാനം വന്ദേ ഭാരതിന് ഒരുക്കിയതാണ്. അപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരു ട്രെയിന് രാത്രി ഇവിടെ കിടക്കാം. അതിൻ്റെ വാട്ടറിങ്ങും അതുപോലെ തന്നെ ഫ്യുവലിങ്ങും എല്ലാം ഇവിടെ നടത്താം. അപ്പോൾ ആ ട്രെയിൻ ഷട്ടിൽ ട്രെയിൻ കാസർഗോഡ് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ആ ട്രെയിൻ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലീഡർ K. കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ 106ാം ജന്മദിനത്തിൽ K. കരുണാകരൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും അനുസ്മരണ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു. അനുസ്മരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എക്കാലവും നമുക്കറിയാം 2 വർഷക്കാലം കൂടുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നത്. ഭരണഘടന പറയുന്ന 5 വർഷത്തിലൊരിക്കലാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ 2 വർഷത്തിൽ കൂടുതൽ ഒരു ഗവൺമെൻറ്റുകൾക്കും കേരളം ഭരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ശ്രീ കരുണാകരൻ കെട്ടിപ്പടുത്ത ഐക്യമുന്നണി സംവിധാനം, ആ സംവിധാനമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് 5 കൊല്ലക്കാലം പൂർത്തിയായത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മുന്നണി സംവിധാനം തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് ഇപ്പോൾ പലരും പറയുന്നു ശ്രീ പിണറായി വിജയനാണ്. അത് തെറ്റാണ്. ഒരു സംവിധാനം 1970 അധികാരത്തിൽ വന്ന അച്യുതമേനോൻ ഗവൺമെൻറ് 5 കൊല്ലം പൂർത്തിയാക്കി. അടിയന്തരാവസ്ഥയുടെ 2 കൂടി ചേർത്ത് 7. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 114 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഒരു തുടർ ഗവൺമെൻറ് കേരളം ഭരിച്ചത് ആദ്യമായിട്ട് ഐക്യമുന്നണിയാണ്, ഇടതുപക്ഷ മുന്നണിയല്ല. പക്ഷെ തുടർ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രി മാറി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അച്യുതമേനോന്റെ സ്ഥാനത്ത് ഐക്യമുന്നണി നേതാവായ ശ്രീ കരുണാകരൻ വന്നു എന്നുള്ളത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K. നീലകണ്ഠൻ, PA അഷ്റഫ് അലി, MC പ്രഭാകരൻ, കരുൺ താപ്പ, PV സുരേഷ്, CV ജെയിംസ്, ഗീതാകൃഷ്ണൻ, ധന്യ സുരേഷ്, M. രാജീവൻ നമ്പ്യാർ, KV ഭക്തവത്സലൻ, K. ഖാലിദ്, A. വാസുദേവൻ, ജവാദ് പുത്തൂർ, BA ഇസ്മായിൽ, ശ്യാം പ്രസാദ് മാനിയ, M. പുരുഷോത്തമൻ നായർ, A. ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാത്തുമ്മയുടെ ആടും സുഹറയും മജീദുമടക്കം ഒട്ടനവധി കഥാപാത്രങ്ങളെ മലയാളി മനസ്സിലേക്ക് കോറിയിട്ട ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകൾക്ക് 3 പതിറ്റാണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 30 വർഷം. പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ സകല വിഭാഗങ്ങളുടെയും മനസ്സുകളിൽ ജീവിക്കുന്ന കഥാകാരൻ. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഈ അണ്ടകടാഹത്തിലെ സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മെ പഠിപ്പിച്ച വിശ്വസാഹിത്യകാരന്റെ ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മരുഭൂമികൾ പൂക്കുന്നത് അനുഭവിച്ചറിഞ്ഞ കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അദ്ദേഹം പറഞ്ഞു. സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ജീവിത വീക്ഷണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് കഥകളിലൂടെ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ബഷീർ എന്നും അദ്ദേഹം പറഞ്ഞു. ബഷീറിന്റെ ഏറ്റവും മികച്ച പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ശബ്ദങ്ങളാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും കൂട്ടി പറയും. ഈ 80 പേജുള്ള ചെറിയ പുസ്തകം ശബ്ദങ്ങളാണ്. അത് ഇറങ്ങിയ സമയത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അതുവരൊക്കെ അശ്ലീല പുസ്തകമാണ്, പൊട്ട പുസ്തകമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്നത് വായിച്ചു പോകും. പാത്തുമ്മേക്കാട്ടൊക്കെ തൊട്ട് പിന്നാലെ വരും. പക്ഷേ ശബ്ദങ്ങൾ മലയാളത്തിലെ ഗദ്യ എഴുത്തുകാരിൽ കഥയിലും നോവലിലും നമ്പർ 1 ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും. 33 മുതലായിട്ട് ഞാൻ
പറയുന്ന കോളേജിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഉത്തരം തന്നെ ഇപ്പോഴും പറയും. അത് ബഷീറാണ്. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് രഞ്ജി രാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വായനാനുഭവക്കുറിപ്പ് മത്സരത്തെ വിലയിരുത്തി രവീന്ദ്രൻ രാവണേശ്വരം സംസാരിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ A. V. സുരേഷ് ബാബു, പ്രധാനാധ്യാപകൻ MP രാജേഷ്, PTA വൈസ് പ്രസിഡന്റ് ദിനേശൻ, ചെറുകഥാകൃത്ത VM മൃദുൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ AP ദിൽന നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വായനാനുഭവം, കാസർഗോഡിന്റെ വായന ജില്ലാതല മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിലെ യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ വിജയിയായി ബഷീർ ചെറുകഥ സമ്മാനത്തിന് അർഹനായ VM മൃദുൽ, രണ്ടാം സ്ഥാനം നേടിയ PP വിശാൽ എന്നിവർക്കും അംബികാസുധൻ മാങ്ങാട് പുരസ്കാരങ്ങൾ നൽകി. സ്കൂൾ വിദ്യാർത്ഥികളുമായി എഴുത്തുകാരന്റെ സർഗസംവാദവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NGO സംഘ് സംസ്ഥാന സമ്മേളനം ഈ മാസം 11 മുതൽ 13 വരെ കാസർഗോട്ട് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് ജോർജ് കുര്യൻ കാസർഗോട്ട് എത്തുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് സമ്മേളനത്തിനായി നടന്നുവരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. NGO സംഘ് സംസ്ഥാന സമ്മേളനം 11 മുതൽ 13 വരെ കാസർഗോട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 11-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഭാരവാഹി യോഗം BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 12-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം 10 മണിക്ക് BMS അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമയ് പാണ്ഡ്യ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്ക് യാത്രയയപ്പ് അനുമോദന സമ്മേളനം നടക്കും. 2 മണിക്ക് സാംസ്കാരിക സമ്മേളനം RSS കേരള ഭൗതിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് പ്രകടനം നടക്കും. 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം SK ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. 13-ന് രാവിലെ 8:30-ന് സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. 11:30-ന് സുഹൃത്ത് സമ്മേളനം BMS ദേശീയ നിർവാഹക സമിതി അംഗം C. ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സമാപന സമ്മേളനം BMS സംഘടനാ സെക്രട്ടറി K. മഹേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 45 സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മണ്ണിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ മസൂർ സംഘത്തിൻ്റെ ദേശീയ പ്രസിഡന്റ് ശ്രീ ഹിരൺമയ പാണ്ഡ്യയാണ്. 13-ാം തീയതി വൈകിട്ട് രാവിലെ നടക്കുന്ന 8 മണിക്ക് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കേന്ദ്ര ഫിഷറീസ് ആൻഡ് ന്യൂനപക്ഷ ക്ഷേമകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറാണ്. അതുപോലെ തന്നെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ മസൂർ സംഘത്തിൻ്റെ ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി ശ്രീ MP രാജീവൻജിയാണ്. K. ശശിധര, TN രമേശ്, K. രഞ്ജിത്ത്, P. പീതാംബരൻ, CV ജയൻ, V. ശ്യാംപ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്നക്കാട് കാർഷിക കോളേജിലെ സ്ഥിരാധ്യാപകരുടെ ക്ഷാമം തുടരുന്നതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും സമരരംഗത്തേക്ക്. സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കോളേജിന് മുന്നിൽ ഈ മാസം 9-ന് രാവിലെ 10 മണിക്ക് ഏകദിന ഉപവാസം സംഘടിപ്പിക്കുമെന്ന് രക്ഷിതാക്കളുടെ സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈയിടെയാണ് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നും 3 അധ്യാപകർ സ്ഥലം മാറ്റം വാങ്ങിപ്പോയത്. പകരക്കാരെ നിയമിക്കാതെ അധ്യാപകരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു. സമരം നടത്തിയിട്ടും പകരം താൽക്കാലികരെ നിയമിക്കുവാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം നടത്തുന്നതെന്ന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിലുള്ള സമരസമിതി അറിയിച്ചു. രക്ഷിതാക്കൾ നിയമപരമായും പ്രത്യക്ഷ സമരത്തിലൂടെയും സർക്കാരിൻ്റെയും കാർഷിക സർവകലാശാലയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 9/7/2024 ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ച പടന്നക്കാട് കാർഷിക കോളേജിന് മുന്നിൽ ഒരു ഏകദിന ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1995 സ്ഥാപിച്ച കോളേജിൽ ആ കാലത്തെ ജീവനക്കാരുടെ തസ്തികയാണ് ഇപ്പോഴും നിലവിലുള്ളത്.
12 പ്രൊഫസർമാർ, 18 അസോസിയേറ്റ് പ്രൊഫസർമാർ, 31 അസിസ്റ്റന്റ് പ്രൊഫസർമാർ എന്നിവയുൾപ്പെടെ 61 തസ്തികകളുള്ള കോളേജിൽ 6 പ്രൊഫസർമാരുടെയും 18 അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും 8 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും ഉൾപ്പെടെ 32 തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. മോളിക്യുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി, മൈക്രോബയോളജി, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ പഠന വകുപ്പുകളിൽ ഒരു സ്ഥിരാധ്യാപകൻ പോലുമില്ല. സ്ഥിരാധ്യാപകരുടെ ഒഴിവ് നികത്തുവാൻ താൽക്കാലിക അധ്യാപകരെ നിയമിച്ച് ക്ലാസുകൾ തുടരുന്നുണ്ടെങ്കിലും ഓരോ വർഷവും ഇവർ മാറി വരുന്നത് കാരണം വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ ബാധിക്കുന്നുവെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. PTA പ്രസിഡന്റ് KP വിനോദ് കുമാർ, M സത്യദേവൻ, N ഗംഗാധർ, NK മുരളീധരൻ, P പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം. കോളേജിൽ 5 പ്രോഗ്രാമുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. NBA അംഗീകാരം ലഭിച്ചത് കോളേജിന് അഭിമാന നേട്ടമായി മാറി. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ ഏക എഞ്ചിനീയറിംഗ് കോളേജായ പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം. കോളേജിലെ 5 പ്രോഗ്രാമുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ്, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പാഠ്യേതര മേഖലകളിലെ നേട്ടങ്ങൾ, കോളേജിലെ അടിസ്ഥാനപരവും സാങ്കേതികപരവുമായ സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് NBA അംഗീകാരം നൽകുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമിൽ മികച്ച നേട്ടം കൈവരിക്കുവാനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ തുടങ്ങിയ കോഴ്സുകൾ അടുത്ത അധ്യയന വർഷം തുടങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷുക്കൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ കാര്യങ്ങളും കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യം, അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസും എക്സ്പെർട്ടൈസും, സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ്, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇപ്പോഴുള്ള സ്റ്റേറ്റസ്, അവരെ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ച് നൽകിയ ഒരു അക്രഡിറ്റേഷനാണ് നമ്മുടെ കോളേജിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ മലബാർ ഏരിയയിൽ നോക്കിയാൽ ഏറ്റവും അധികം പ്രോഗ്രാമിന് അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജാണ് NIT വിട്ട പിന്നെ നമ്മുടെ കോളേജായിരുന്നു. ഡീൻ ഡോക്ടർ പ്രവീൺ കുമാർ, ഡോക്ടർ വിനോദ് ജോർജ്, ഡോക്ടർ CV മനോജ് കുമാർ, ഡോക്ടർ KE മേരി റീന, ഡോക്ടർ MS അഞ്ജലി, പ്രൊഫസർ M ജയകുമാർ, ഡോക്ടർ BC അനിൽകുമാർ, S അജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൽ ഇമ്മിണി ബല്യ കൊളാഷ് ഒരുക്കി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ വളപ്പിലെ മരച്ചുവട്ടിൽ വലിയ ബോർഡിലാണ് കൊളാഷ് ഒരുക്കിയത്. ബേപ്പൂരിലെ മാംഗോസ്റ്റൈൻ തണലിലിരുന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ചെടുത്ത ഓരോ കൃതിയും മലയാളിയുടെ അഹങ്കാരമായി മാറിയതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ബഷീർ ദിന പരിപാടിയുടെ ഭാഗമായി ബഷീറിൻ്റെ ഭീമൻ കൊളാഷ് നിർമ്മിച്ചത്. പാത്തുമ്മയും ആടും ഉൾപ്പെടെ ബഷീറിൻ്റെ വിവിധ രചനകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും കഥാപാത്രങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു കൊളാഷ്. അതീവ താൽപ്പര്യത്തോടെയാണ് ബേപ്പൂർ സുൽത്താൻ്റെ കൊളാഷ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ദിനാചരണത്തിൻ്റെ ഭാഗമായി ബഷീർ സാഹിത്യത്തെക്കുറിച്ചുള്ള വിവിധ രചനാ മത്സരങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ സൂപ്രണ്ട് വിജേഷ് കുറുവാട്ട്, VP മുഹമ്മദ് സുബൈർ, N സുധ, P ഹരീന്ദ്രൻ, S മനോജ്, K പ്രകാശ്, VK ശശികല, K ശ്യാംപ്രസാദ്, CP വിദ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബഷീർ സാഹിത്യത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും പുതുതലമുറയിൽ എത്തിക്കുന്നതിന് ബഷീർ ദിന പരിപാടികൾ സഹായകരമായി. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂരിൽ റെയിൽവേ ഗേറ്റിലെ കുരുക്ക് ഒഴിവാക്കുവാൻ ലക്ഷ്യമിട്ട് നാട് കൈകോർത്തതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് ടൗണിലെത്തുവാനുള്ള ചെങ്കൽ പാത യാഥാർത്ഥ്യമായി. ഉത്സവാന്തരീക്ഷത്തിൽ പുതിയ അടിപ്പാത നാടിന് സമർപ്പിച്ചപ്പോൾ മധുരം വിളമ്പി നാട്ടുകാർ.
നാടൊന്നാകെ കൈകോർത്തപ്പോൾ നാട്ടുകാർക്കായി തുറന്നത് റെയിൽവേ ഗേറ്റിലെ കുരുക്കിൽ നിന്നുള്ള മോചനത്തിനായുള്ള ഇരുചക്ര വാഹന പാത. 3 പതിറ്റാണ്ടായി കാത്തിരുന്ന ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓവുചാൽ നവീകരിച്ച് പടിഞ്ഞാറൻ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം പരിഹരിച്ച് തൃക്കരിപ്പൂരിലെ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ. പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് തൃക്കരിപ്പൂർ ടൗണിലെത്തുവാൻ വെള്ളാപ്പ് റോഡ് ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയ്ക്കാണ് പരിഹാരമായത്. തൃക്കരിപ്പൂരിലെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 8 വർഷമായി ഇടപെട്ട് വരുന്ന ശബ്ദം കൂട്ടായ്മ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഓവുചാൽ നവീകരിച്ച ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സൗകര്യമൊരുക്കിയത്. ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ സ്വരൂപിച്ചാണ് 2 ഭാഗങ്ങളിലും ചെങ്കല്ല് പാകി മഴക്കാലത്തും യാത്രയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പാതയൊരുക്കിയത്. മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട പേക്കടം ഭാഗത്തെ റോഡിലെ പ്രധാന ഓവുചാലിലെ മാലിന്യങ്ങൾ നീക്കിയാണ് നീരൊഴുക്ക് സുഗമമാക്കിയത്. പുതിയ ചെങ്കൽ പാതയിൽ ചെറിയ ഓവുചാൽ നിർമ്മിക്കുകയും സ്ലാബിട്ട് മൂടുകയും ടൗൺ ഭാഗത്തെ തുടക്കത്തിൽ വെള്ളമൊഴുകിപ്പോകുവാൻ സൗകര്യമൊരുക്കുകയും ചെയ്തതോടെ 30 വർഷമായി ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന അടിപ്പാത രൂപപ്പെടുകയായിരുന്നു. 4 മാസം മുൻപാണ് ഇരുചക്ര വാഹനങ്ങൾ റെയിൽവേ ഓവുചാലിലൂടെ കടത്തിവിടുവാൻ അനുമതി ലഭിച്ചത്. എന്നാൽ മഴ തുടങ്ങിയതോടെ വഴി വെള്ളക്കെട്ടിൽ മുങ്ങുകയും യാത്ര തടസ്സപ്പെടുകയുമായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ അടിപ്പാത ഇരുചക്ര വാഹന യാത്രയ്ക്കായി തുറന്നുകൊടുത്തു. വലിയ പറമ്പ്, പടന്ന തുടങ്ങിയ പഞ്ചായത്തുകളിലെയും തൃക്കരിപ്പൂർ ടൗണിന് പടിഞ്ഞാറ് ഭാഗത്തുള്ളവരുമായ 100 കണക്കിന് ആളുകൾക്ക് ഏറെ ആശ്വാസമാണ് പുതിയ ചെങ്കൽ പാത. ഈ തൃക്കരിപ്പൂർ ശബ്ദം വാട്സപ്പ് കൂട്ടായ്മ അതിലെ മെമ്പർമാരൊക്കെ അതീവ സഹായം ചെയ്തു. അതുപോലെ തന്നെ മജ്ലിസ് ഹസൻ കൂട്ടായ്മ കൂടി ഇതിൻ്റെ പകുതി ഫണ്ടിൽ സഹകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത്. തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ അഡ്മിന്മാരായ ലത്തീഫ്, സ്വപ്ന, എ.ജി. അമീൻ, ടി.പി. സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ പാത ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയത്. പാത തുറന്നപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള 100 കണക്കിന് നാട്ടുകാർ സാക്ഷികളായി. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ടൗൺ UP സ്കൂളിൽ ഗൈഡ്സ് യൂണിറ്റ് ആരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ഓഫീസർ വി ദിനേശ ഗൈഡ്സ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ടൗൺ UP സ്കൂളിൽ പുതുതായി ആരംഭിച്ച ഗൈഡ്സ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കാസർഗോഡ് വിദ്യാഭ്യാസ ഓഫീസർ വി ദിനേശ ഉദ്ഘാടനം ചെയ്തു. 60ഓളം പെൺകുട്ടികൾ യൂണിഫോം ധരിച്ച് ഗൈഡ്സിൽ സേവനമാരംഭിച്ചു. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോവർ സ്റ്റേറ്റ് കമ്മീഷണർ അജിത് സി കളനാട് മുഖ്യപ്രഭാഷണം നടത്തി. KSBSG കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഭാർഗവിക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി കിരൺ പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ M. ശ്രീലത, TN ജയശ്രീ, KC ലൈജുമോൻ, K. അശ്വതി, മീനാകുമാരി, ശ്രീകുമാർ, രോഷ്നി, ഷേർലി ഹൈസിന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗൈഡ്സ് യൂണിറ്റ് ക്യാപ്റ്റൻ രാധാമണിയെ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാനിൻ്റെ പ്രകാശനവും നടന്നു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും SCERT റിസോഴ്സ് പേഴ്സണുമായ പ്രമോദ് അടുത്തില വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാനിൻ്റെ പ്രകാശനവും നടന്നു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും SCERT റിസോഴ്സ് പേഴ്സണുമായ പ്രമോദ് അടുത്തില വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ പ്രാധാന്യം എക്സ്പെരിമെൻറ്റിലൂടെ വിദ്യാർത്ഥികളുടെ മുൻപിൽ അവതരിപ്പിച്ചു. മുഖ്യാതിഥിയും ജമാഅത്ത് ജനറൽ സെക്രട്ടറിയുമായ ബദറുൽ മുനീർ എന്നെ 2024-25 വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുകുമാരൻ നായറിയെ, സ്കൂൾ കൺവീനർ റഫീഖ് CH, അക്കാദമിക് ചെയർമാൻ അബ്ദുൽ ഖാദർ BH, മദർ PTA പ്രസിഡന്റ് സക്കീന നജീബ്, സ്റ്റാഫ് സെക്രട്ടറി മധുസൂദനൻ N എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് PM അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ വിജയൻ K സ്വാഗതവും SRG കൺവീനർ ലേഖ P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ ഞാറ്റുവേല ചന്തയ്ക്കും കർഷക സഭകൾക്കും തുടക്കമായി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ വിജ്ഞാന വ്യാപന പദ്ധതികളുടെ ഭാഗമായാണ് ഞാറ്റുവേല ചന്ത നടത്തിയത്.
തൃക്കരിപ്പൂർ കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ ഞാറ്റുവേല ചന്തയിൽ കർഷകരുടെ നിരവധി നടീൽ വസ്തുക്കളും കാർഷികോൽപ്പന്നങ്ങളും ജൈവവളങ്ങളും വിപണനം നടത്തി. കുറ്റിക്കുരുമുളക് തൈ, കവുങ്ങിൻ തൈ, തെങ്ങിൻ തൈ, വെണ്ട, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി തൈകൾ, ചെണ്ടുമല്ലിത്തൈ, ഇഞ്ചി വിത്തുകളും വിതരണം നടന്നു. കർഷകരുടെ ഉൽപ്പന്നമായ വെള്ളരി, ജൈവവളം, ജൈവ കുമിൾനാശിനി, വിവിധ തരം സൂക്ഷ്മ മൂലകങ്ങളും ഞാറ്റുവേല ചന്തയിൽ വിൽപ്പന നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിനാവശ്യമായ സൗകര്യങ്ങൾ, അതിനാവശ്യമായ വിത്തുകൾ, ചെടികൾ, അതുപോലെ തൈകൾ വിതരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൃഷി വകുപ്പും ഇവിടെ ഇത്തരം ഒരു ചന്ത ഒരുക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുവാനും അത് കർഷകരിലേക്ക് എത്തിക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ എം ഷൈമ, കെ വി രാധ, സീതാ ഗണേശ്, കെ വി കാർത്യായനി, തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ റിജീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സതീശൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലും ബിഗ് മാളിലും അഗ്നിരക്ഷാസേനയുടെ സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്ലാസ് എടുത്തത്. കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസറുടെ ഉത്തരവ് പ്രകാരം നഗരങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അഗ്നിബാധകളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ഹൈറൈസ് ബിൽഡിംഗുകളിൽ അഗ്നിസുരക്ഷാ പരിശോധന നടത്തുകയും സുരക്ഷാ ജീവനക്കാർക്കും ഉപയോക്താക്കൾക്കും സുരക്ഷാ പരിശീലനം നൽകുകയും ചെയ്തു വരികയാണ്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലും ബിഗ് മാളിലും കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രന്റെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശീലന ക്ലാസ് നടത്തി. സീനിയർ ഫയർ ഓഫീസർ പ്രകാശൻ കെ വി, ഫയർ ഓഫീസർമാരായ ജീവൻ പി ജി, സുധീഷ് കുമാർ ടി വി, വിനീത് പി, അനിലേഷ് പി, കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാഹിത്യകാരൻ ടി പി സുകുമാരൻ അനുസ്മരണവും ചിത്രശില്പ പ്രദർശനവും ജൂലൈ 7-ന് ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമി ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമി, ഫോക്ലോർ ഫെലോസ് ഓഫ് മലബാർ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ടി പി സുകുമാരൻ അനുസ്മരണവും ചിത്രശില്പ പ്രദർശനവും ജൂലൈ 7-ന് ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമി ഹാളിൽ നടക്കും. ഉച്ചയ്ക്ക് 1-ന് ചിത്രശില്പ പ്രദർശനം പ്രശസ്ത ചിത്രകാരനും ചരിത്രകാരനുമായ കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്, ഡോക്ടർ രമേശൻ, പ്രൊഫസർ ഡോക്ടർ ഹേമലത, പ്രൊഫസർ സി കെ ജിഷ, അനിൽ നീലാംബരി, ഡോക്ടർ സോമരാജ് രാഘവാചാര്യ എന്നിവർ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2:30-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് അധ്യക്ഷൻ സദനം നാരായണൻ അധ്യക്ഷത വഹിക്കും. മലയാളം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ രവി രാമന്തളി, ചന്ദ്രൻ മുട്ടത്ത്, ഡോക്ടർ വി എം ഉണ്ണികൃഷ്ണൻ, ബാലകൃഷ്ണൻ കൊയ്യാൽ, ഡോക്ടർ മിനി പി വി, ഡോക്ടർ വസന്തകുമാരി എന്നിവർ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രാഘവൻ പയ്യനാട്, ഡോക്ടർ രവി രാമന്തളി, രവീന്ദ്രൻ തൃക്കരിപ്പൂർ, ചന്ദ്രൻ മുട്ടത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 13-ന് കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. 9ാമത് കാസർഗോഡ് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 13-ന് കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 18, 19, 20 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായാണ് ജില്ലാ അടിസ്ഥാനത്തിൽ യോഗ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. കൂടാതെ ഡാൻസ് ഇനങ്ങളായ ആർട്ടിസ്റ്റിക് സോളോ, ആർട്ടിസ്റ്റിക് പെയർ, റിഥമിക്, ഫ്രീ ഫ്ലോ എന്നീ ഡാൻസ് ഇനങ്ങളിലുമാണ് മത്സരം നടക്കുക. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിക്കും. യോഗ ചികിത്സാ രംഗത്തും പരിശീലന രംഗത്തും 50 വർഷത്തിലേക്ക് കടക്കുന്ന കാഞ്ഞങ്ങാടിന്റെ നിറസാന്നിധ്യമായ പ്രശസ്ത യോഗാചാര്യൻ KN ശംഭു നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർമാൻമാരായ KV സുജാത,
അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, സംഘാടക സമിതി കൺവീനർ എം വി നാരായണൻ, യോഗ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിഹരൻ നമ്പ്യാർ, ജില്ലാ പ്രസിഡന്റ് പി സുകുമാരൻ, ജില്ലാ സെക്രട്ടറി ബി അശോകരാജ്, യോഗ അസോസിയേഷൻ ജില്ലാ ട്രഷറർ കെ വി ഗണേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണി എ വി, കെ വി കേളു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂടോത്ര വിവാദത്തിൽ മനസ്സ് തുറക്കാതെ ഉണ്ണിത്താൻ. ഹൈമാസ് ലൈറ്റിലെ അഴിമതി ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഉണ്ണിത്താൻ. കാസർഗോഡ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലീഡർ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. NGO സംഘ സംസ്ഥാന സമ്മേളനം ഈ മാസം 11 മുതൽ 13 വരെ കാസർഗോഡ് നടക്കും. സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് 3 പതിറ്റാണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിലെ സ്ഥിരാധ്യാപകരുടെ ക്ഷാമം തുടരുന്നതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും സമരരംഗത്തേക്ക്. ചൊവ്വാഴ്ച ഏകദിന ഉപവാസം സംഘടിപ്പിക്കും. കാസർഗോഡ് പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം. കോളേജിൽ 5 പ്രോഗ്രാമുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.